കൊച്ചി എളമക്കരയിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് ശുചീകരണ തൊഴിലാളിക്ക് പരിക്ക്. ഈ മാസം 7-നാണ് അപകടമുണ്ടായത്. അപകടശേഷം ഇടിച്ച വാഹനവുമായി ഡ്രൈവർ കടന്നു കളഞ്ഞു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. വാർത്തയുടെ വിശദാംശങ്ങൾ എബി ജോൺ തോമസ് നൽകും. എബി, ഈ എളമക്കരയിൽ കഴിഞ്ഞ 7-നായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും ഈ വാഹനം നിർത്തുന്നതും അതിൽ നിന്ന് ആൾ ഇറങ്ങുന്നതും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, 7-ാം തീയതി പുലർച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് 2:30-3 മണിയോട് സമയത്താണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. നിഷി എന്ന് പറയുന്ന ശുചീകരണ തൊഴിലാളിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത്. അവരുടെ കാല് ഒടിയുകയും നട്ടലിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുരുതരമായി തന്നെ പരിക്കേറ്റ് അവർ നിലവിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഈ അപകടം ഉണ്ടായതിനു ശേഷം ഈ ഡ്രൈവർ പുറത്തിറങ്ങി അവരെ ആശുപത്രിയിൽ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ആ വാഹനവുമായി അയാൾ കടന്നു കളയുകയായിരുന്നു. തുടർന്ന് പോലീസിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. കാരണം ഇയാൾ ആരാണ് എന്നതിനെക്കുറിച്ച് കണ്ടെത്തുകയും പോലീസ് സ്റ്റേഷനിൽ ഇയാളെ എത്തിച്ചതിനു ശേഷം ഇയാൾക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് മറ്റൊരു നടപടികളിലേക്കും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനമായും കുടുംബം ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ആശുപത്രിയിലെത്തി ഈ അപകടത്തിൽപ്പെട്ട ഈ സ്ത്രീയുടെ ഈ പ്രതികരണം അല്ലെങ്കിൽ അവരുടെ മൊഴിയെടുക്കലോ അത് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ള കാര്യം കൂടി കുടുംബം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗുരുതരമായിട്ടുള്ള വീഴ്ച എന്ന് പറയുന്നത് ഈ അപകടത്തിന് ശേഷം കാണിച്ച വളരെ ക്രൂരമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഈ കാർ ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കാറിൽ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു മനസ്സ് പോലും കാണിക്കാതെ വാഹനമെടുത്ത് വളരെ തിടുക്കത്തിൽ രക്ഷപ്പെടുകയായിരുന്നു ഇയാൾ. ആ വാഹനം വന്ന സമയം തന്നെ അത് അതിവേഗതയിൽ തന്നെയാണ് കാറ് വന്നത് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. ഈ കാറ് വരുന്നതിന്റെ ശബ്ദം കേട്ടുകൊണ്ട് തന്നെ ഓടി മാറാൻ ശ്രമിക്കുന്നുണ്ട് ഈ സ്ത്രീ. ആ ദൃശ്യങ്ങൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും അവരെ കാറ് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ആ ഇടിച്ച് തെറിച്ച് വളരെ ദൂരം മുന്നോട്ട് വീഴുന്ന അവരുടെ അടുത്തേക്ക് കാറിൽ നിന്ന് ഇറങ്ങി ചെന്ന് ഇയാൾ ആശുപത്രിയിൽ പോകണമെന്നുള്ള കാര്യം തിരക്കുന്നു. പക്ഷേ അപ്പോഴും വേണമെന്ന് പറഞ്ഞിട്ട് പോലും ആശുപത്രിയിൽ പോകണമെന്നുള്ള ആവശ്യം പറഞ്ഞിട്ട് പോലും ഇത്രമാത്രം ഗുരുതരമായിട്ടുള്ള പരിക്ക് അവർക്ക് ഉണ്ടായിട്ട് പോലും അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും മനസ്സ് കാണിക്കാതെയാണ് അയാൾ ആ കാറും എടുത്തുകൊണ്ട് പോകുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. പോലീസ് ഇതുവരെയും അത്തരത്തിലൊരു നടപടികളിലേക്ക് കടന്നിട്ടില്ല. ഹരിതകർമ്മസേനയിലെ അംഗങ്ങളാണ് ഈ സ്ത്രീയുടെ ഭർത്താവും. ഒപ്പം അവർ ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ അടക്കം ചെന്ന് ഈ കാര്യങ്ങളൊക്കെ തന്നെയും അറിയിച്ചിട്ടുണ്ട്. മറ്റു തരത്തിലുള്ള സഹായവും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെയാണ് നിലവിൽ അവരുടെ സാഹചര്യം. നട്ടലിനും ലൈനിൽ തുടരണം. ഇപ്പോൾ മാരിയപ്പൻ, അതായത് ഈ അപകടത്തിൽ പരിക്കേറ്റ യുവതിയുടെ ഭർത്താവാണ് മാരിയപ്പൻ. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മാരിയപ്പൻ, അതായത് നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിൽ നിന്ന് കാറിന്റെ ഡ്രൈവർ ഇറങ്ങിച്ചെന്ന് താങ്കളുടെ ഭാര്യയോട് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അന്ന് എന്താണ് ഉണ്ടായത്? അവർ എന്തെങ്കിലും പറയുന്നുണ്ടോ ഭാര്യ? ഇത് ഞങ്ങൾ വെളുപ്പിന് ശനിയാഴ്ച വെളുപ്പിന് 3:20 ആയപ്പോഴാണ് സംഭവം ഇത് നടന്നു വെച്ചത്. എന്റെ വൈഫ് വേസ്റ്റും പണ്ടി തള്ളി ലെഫ്റ്റ് സൈഡിൽ കൂടി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് കാറ് ബാക്കിൽ കൂടി വന്ന് ഇടിക്കുകയോ ചെയ്തത്. ഈ ഇടിച്ചിട്ട് വ്യക്തി താഴെ ഇറങ്ങി വന്നിട്ട് എന്റെ വൈഫിനോട് ചോദിച്ച്, ഞങ്ങളുടെ ചോദിച്ച് നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വൈഫിനെ പൊക്കിയെടുത്തപ്പോഴേക്കും പുള്ളി കാർ എടുത്തോണ്ട് ഒരു ഒറ്റ പോക്ക്. ഞാൻ വിചാരിച്ചു ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കാനാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ പുള്ളി അത് കാറും കൊണ്ട് പോയി. ഞാൻ ഈ പരാതിയായിട്ട് ആദ്യമേ എളമക്കര പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടായിരുന്നു. എന്റെ വൈഫായിട്ട് ഞാൻ ചെന്ന് ആ സമയത്ത് 3:20 തന്നെ ഞാൻ എളമക്കര പോലീസ് സ്റ്റേഷനിൽ ഞാൻ എന്റെ വേസ്റ്റ് എടുക്കണ പെട്ടി ഓട്ടോറിക്ഷയിലാണ് ഞാൻ കയറ്റി എളമക്കര സ്റ്റേഷനിലോട്ട് ഞാൻ ചെന്ന്. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു, സാറേ ഇതുപോലെ കാർ ഇടിച്ചിട്ട് നിർത്താണ്ട് പോയി സാറേ, എന്റെ വൈഫ് ഇങ്ങനെ പരിക്കായിട്ട് ഇവിടെ ഉണ്ട്, എനിക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും
അവർ വണ്ടി നമ്പറൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. നമ്മൾ സാറേ എനിക്ക് ഈ വണ്ടി നമ്പർ പറഞ്ഞ് അത് തെറ്റിപ്പോയി. അപ്പൊ അവര് പറഞ്ഞ് നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, മാരിപ്പന്റെ ഫോൺ നമ്പറും പേരും എഴുതി എൻ്റെ അടുത്തിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിലോട്ട് എറണാകുളം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. പക്ഷെ ഞാൻ വൈഫായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തേക്ക് ചെന്നിട്ടും കൂടി പോലീസുകാർ ഇറങ്ങി വന്നിട്ട് കാണുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ് ഏതെങ്കിലും ജനറൽ ഹോസ്പിറ്റലിൽ ചെല്ലി കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. ഞാൻ ശരിയെന്നും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വൈഫിനെ നേരെ കൃഷ്ണ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് അഡ്മിറ്റ് ആക്കി. ഈ അഡ്മിറ്റ് ആക്കിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നോർത്ത് പോലീസ് സ്റ്റേഷനെ അറിയിക്കുകയും ചെയ്ത്. ഈ നോർത്ത് പോലീസ് സ്റ്റേഷനെ അറിയിച്ചിട്ട് ഒരു കാരണം കൊണ്ട് ഈ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് എൻ്റെ ഭാര്യനെ അന്വേഷിക്കുകയോ പിടിക്കുകയോ ഇതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്നെ വിളിച്ച് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ഞാൻ നേരെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ വീഡിയോയും പ്രൂഫ് എല്ലാം കൊടുത്തിട്ട് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ സാറെ വെളുപ്പിന് 3:20 ഇടിച്ചിട്ടിട്ട് ഇവനെ ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവാന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞിട്ട് ഇവൻ കാറെടുത്തുകൊണ്ട് ഒറ്റ പോകാൻ പോയിക്കാം സാറേ, ഞങ്ങളെ കിറ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല, ഞാൻ വേസ്റ്റ് വണ്ടി പെട്ടി വണ്ടിക്കകത്താണ് കൊണ്ടുപോയിട്ട് കൃഷ്ണ ഹോസ്പിറ്റലിൽ എത്തിച്ചാക്കിയെന്ന് പറഞ്ഞു. ഇത്ര മാത്രം അവർ എൻ്റെ മൊഴികൾ മേടിച്ച് അത് കേസെടുത്താക്കണത്. ഈ പ്രതിനെ വിളിച്ചു വരുത്തിച്ചിട്ട് സ്റ്റേഷൻ ജാമ്യത്തിലാണ് പറഞ്ഞു വിട്ടേക്കണത്. ഈ പ്രതി വന്ന കാര്യം കൂടി ഞങ്ങൾ അറിയിച്ചിട്ടില്ല. ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒരു മൊഴി പോലീസുകാർ എടുത്തൂല, ഒന്നും ചെയ്തില്ല. ഞാൻ കൊടുത്ത ഒരു പരാതിയും മാത്രം ഇവർ കേസെടുത്തേക്കണത്. എന്തുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തിട്ട് ഇവർ ഹോസ്പിറ്റലിലോട്ട് പോലീസുകാർ വന്ന് മൊഴി എടുക്കാതിരുന്നത്? എന്തുകൊണ്ട് ഇത്ര വലിയ സംഭവം ഞാൻ വീഡിയോ എടുക്കും, തെളിവാണ്, ഞാൻ കോടതിക്ക് പ്രൂഫായ തെളിവുകൾ ഞാൻ പോലീസുകാർക്ക് കൈ കൊടുത്തിട്ട് ഈ പ്രതിനെ എന്തുകൊണ്ട് ഇവർ സ്റ്റേഷൻ ജാമ്യത്തിൽ പറഞ്ഞു വിട്ട്? അപ്പൊ ശക്തമായ കേസുകൾ ഞങ്ങൾക്ക് വരെ എടുത്തിട്ടില്ല പോലീസുകാർ. മാരിയപ്പൻ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അതായത് ഈ CCTV ദൃശ്യങ്ങൾ അടക്കം കൊടുത്തിട്ടുണ്ട് താങ്കൾ അവിടെ, അതുപോലെ തന്നെ പരാതി എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ആ പ്രതി ആരാണെന്ന് തിരിച്ചറിയുന്നു, അയാളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ജാമ്യത്തിൽ വിട്ടയക്കുന്നു, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് താങ്കൾ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ, തുടർന്നുള്ള നടപടികൾ എന്നൊക്കെ താങ്കൾ അന്വേഷിച്ചിരുന്നോ? ഞാൻ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചു. സാറേ എങ്ങനെ ഞാൻ പരാതി കൊടുത്തല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും അവര് പറഞ്ഞു മാരിയപ്പ ഞാൻ കേസെടുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ എൽമക്കര പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ എസ് ഐ കണ്ടപ്പോൾ എസ് ഐ പറഞ്ഞു മാരിയപ്പ ഇത് നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസുകൾ എടുത്താക്കണത്, കുഴപ്പമൊന്നുമില്ല, കേസുകൾ എടുത്തിട്ടുണ്ടെന്ന് എൽമക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് എനിക്ക് റിപ്പോർട്ട് പറഞ്ഞു തന്നത്. ഇവർക്ക് കേസ് എടുത്തിട്ടുണ്ട്, അതിനുള്ള ഫെയർ കോപ്പി എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ശക്തമായ കേസുകളൊന്നും എടുത്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. ഞാൻ കൊടുത്ത പരാതി മാത്രമായിട്ടാണ് ഇവർ കേസ് എടുത്താക്കണത്. ഈ വണ്ടി ഇടികൊണ്ട് ആള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് അവരെ ഒരു മൊഴി എടുക്കാനോ പിടിക്കാനോ ഇത് ഒന്നത്തിലും പോലീസുകാർ വന്നിട്ടുമില്ല. ഇത് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കൊടുത്തൊരു പരാതിന് മാത്രമേ കേസ് എടുത്തിട്ടുള്ളൂ ഇവര്. എന്തുകൊണ്ടാണ്? ഞങ്ങളൊരു പാവങ്ങളായ കൊണ്ടാണ് ഇത്. ഞങ്ങൾക്ക് ചോദിക്കാനും പിടിക്കാനും ആളില്ലാത്ത കാരണം കൊണ്ടല്ലേ ഈ പോലീസുകാർ ഇങ്ങനെ കാണിച്ചിട്ട് അയാളെ സ്റ്റേഷൻ ജാമ്യത്തിലോട്ട് പറഞ്ഞു വിട്ടത്. ഞാൻ ഇത്രയും വീഡിയോ പ്രൂഫ് ഞാൻ തെളിവടക്കം കൊടുത്തിട്ട് ഇവരെന്താണ് ന്യായമായുള്ള കേസുകൾ എടുക്കാത്തത്? എന്തുകൊണ്ട് ഇവര് ഹോസ്പിറ്റലിൽ വരാതിരുന്നേച്ചത്? ഹോസ്പിറ്റലിൽ വന്ന് എന്തുകൊണ്ട് മൊഴി എടുക്കാതിരുന്നേച്ചത്? അപ്പൊ ഇവരെന്തോ കള്ളത്തരം കാണിച്ചിട്ടല്ലേ ഇത്? ഞാൻ പറയാം, എനിക്ക് ശക്തമായ കേസുകൾ ഇത് എടുക്കണം. എനിക്കൊരു ന്യായം കിട്ടണം. എന്റെ ഭാര്യക്ക് ഇപ്പൊ സുഖമില്ലാണ്ട് ഇപ്പൊ കിടക്കണേ, കാലൊടിഞ്ഞിരിക്കണേ, ഒരു ബാത്റൂം പോകാൻ പറ്റാതെ ഒന്നത്തിനും പറ്റുന്നില്ല. നാലുമണി ശക്തമായ പരിക്കുകളുണ്ട്. നിലവിൽ ആശുപത്രിയിലാണോ താങ്കളുടെ ഭാര്യ? ഇല്ല, ഞാൻ ഇപ്പൊ ഇന്നലെ പ്ലാസ്റ്റർ ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നേക്കണേണ്. ഇപ്പൊ എന്റെ വൈഫ് വീട്ടിലാണ് ഇരിക്കണത്. പുള്ളിക്കാർക്ക് നേരെ ചൊവ്വ കിടക്കാൻ പറ്റുന്നില്ല, കുറെ നേരമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഇതൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായി ഇപ്പൊ ഞങ്ങൾക്ക്. മാരിയപ്പൻ, അതായത് ഈ പ്രതിയെ വിട്ടയച്ച ഒരു സംഭവം താങ്കൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പോ എന്താണ് അവരുടെ ഒരു മറുപടി വരുന്നത്? അതായത് കേസ് അന്വേഷിക്കുന്നുണ്ട്, തുടർ നടപടികൾ സ്വീകരിക്കും, എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത്? എങ്ങനെയാണ് പോലീസുകാർ ഈ പ്രതിയെ വിളിച്ചു വർത്തിച്ചൊന്നും കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിയിച്ചിട്ടില്ല. ഞങ്ങള് വീടുകളിൽ ഇഷ്ടെടുക്കണ ഒരു സാറാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ വൈഫിനെ കാണാൻ വേണ്ടി, എന്റെ വൈഫിനെ കാണാൻ വേണ്ടി വന്നേച്ചത്. ആ സാറാണ് ഈ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കാൻ പോയത്. ആ സാർ അന്വേഷിക്കാൻ പോയപ്പോഴാണ് ഈ പ്രതിയും പ്രതിയുടെ അമ്മയും പോലീസ് സ്റ്റേഷനിൽ നിൽക്കണത് കണ്ടത്. ഈ കണ്ടിട്ടാണ് എന്നെ വിളിച്ചറിയിച്ച് മാരിയപ്പ ഈ പ്രതിയുടെ അമ്മയും പ്രതി ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടെന്ന് ഈ സാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയണത്. ഇല്ല, പോലീസുകാർ ഒന്നുകൊണ്ട് ഞങ്ങൾ ഒന്നും അറിയിച്ചിട്ടുമില്ല. പോലീസുകാർ ഹോസ്പിറ്റലിൽ നിന്ന് മൊഴിയെടുത്തിട്ടുമില്ല.
ഈ പ്രതിനെ ജാമ്യത്തിന് വിട്ട കാര്യം കൂടി ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. പ്രതിനെ പോലീസ് സ്റ്റേഷൻ വിളിച്ച കാര്യം കൂടി ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ഇത് ഒന്നും ഞങ്ങളെ അറിയിക്കാതെയാണ് ഞാൻ കൊടുത്ത പരാതിയിലാണ് ഇവർ കേസ് എടുത്തിട്ട് FIR ഇട്ടേക്കണത്. ശരി, എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അനാസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നു? ഇത് പോലീസുകാർ ശക്തമായ കേസുകൾ പോലീസുകാർ എടുത്തിട്ടില്ല. പോലീസുകാർ ഈ വാഹനം ഇടിച്ചവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് അയക്കണമെന്നാണ് എനിക്ക് സംശയം. കാര്യം ഇത് ഇത്തരം തെളിവ് ഞാൻ പ്രൂഫ് കൊടുത്തിട്ട് ഇത് ശക്തമായ കേസിൽ ഇത് എടുത്തിട്ടില്ല. ഇത് കോടതിക്ക് തെളിവായ വീഡിയോയും ഇതും കൂടിയാണ് ഞാൻ കൊടുത്തേക്കണത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവർ സ്റ്റേഷൻ ജാമ്യത്തിന് വിട്ടത്? ഇവർ കോടതിയിൽ ഹാജരാക്കണ്ടേ? കോടതിക്ക് എങ്ങനെയാണ് ഇനി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് എനിക്ക് ശക്തമായ കേസുകൾ അയാളുടെ പൊക്കത്ത് എടുക്കണമെന്നാണ് ഞാൻ പറയണത്. ഈ പ്രതി എന്റെ വൈഫിന് ഹോസ്പിറ്റലിൽ ഒന്ന് കാണുവോ, മരുന്നുള്ള ചെലവിന് കൊടുക്കുവോ, ഇതൊന്നും പ്രതി ചെയ്തിട്ടില്ല. പ്രതിയും ഹോസ്പിറ്റലിൽ വന്ന് കണ്ടിട്ടുമില്ല, പോലീസുകാരും ഹോസ്പിറ്റലിൽ വന്ന് കണ്ടിട്ടുമില്ല. ഞാൻ കൊടുത്ത ഒരു ചെറിയൊരു മൊഴിയിലാണ് ഇവർ കേസ് എടുത്താക്കണത്. അതാണ് എന്തുകൊണ്ടാണ് ഞാൻ കൊടുത്ത പരാതിന് മാത്രമേ കേസ് എടുത്തിട്ടുള്ളൂ. ഇവര് ഹോസ്പിറ്റലിൽ ഒന്ന് കാണുവോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാതെയാണ് കേസ് എടുത്തേക്കണത്. ഞാൻ ഇത്ര പ്രൂഫ് കൊടുത്തിട്ടുണ്ടല്ലോ, വാഹനം ഇടിക്കുന്ന പ്രൂഫ് കൊടുത്തിട്ടുണ്ട്, ആ വണ്ടിയിൽ നിൽക്കണതിന്റെ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവര് ഈ വണ്ടി ഇടിച്ച സ്ഥലത്തും കൂടി വന്നിട്ട് മൊഴിയെടുക്കാൻ വന്നിട്ടില്ല. അവിടെയും വന്നിട്ടില്ല മൊഴിയെടുക്കാനായിട്ട്. വാഹനം ഇടിച്ച സ്ഥലത്ത് മൊഴിയെടുക്കാൻ വന്നിട്ടില്ല. ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്റെ വൈഫിന്റെ മൊഴി എടുത്തിട്ടില്ല. ഈ പ്രതിനെ പോലീസ് സ്റ്റേഷൻ വിളിച്ച് വരുത്തിച്ച് അതിന്റെ കാര്യങ്ങളും കൂടി എന്നെ ഒന്നും വിളിച്ച് അറിയിച്ചിട്ടില്ല. പിന്നെ എന്റെ സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ടും കൂടിയില്ല. ഈ പ്രതി ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടില്ല. ഇത് ഒന്നുമേ ഞങ്ങൾക്ക്. തീർച്ചയായും മാരിയപ്പൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും തരത്തിൽ ഇനി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ, അതായത് ഇനി ആർക്കെങ്കിലും പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും മന്ത്രിമാർക്കോ മറ്റോ ആ തരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളുണ്ടോ? എനിക്ക് സപ്പോർട്ട് ചെയ്ത് ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകണം. ഈ ശക്തമാക്കണം, ഈ കേസ് ശക്തമാക്കണം. നാളെ ഇതുപോലെ ഒരാളെ ഇതുപോലെ ഇടിച്ചിട്ടിട്ട് ഇതുപോലെ നിർത്താതെ പോകുന്നവർക്കൊക്കെ ഈ സ്റ്റേഷൻ ജാമ്യം കൊടുക്കണാരം കൊണ്ടാണല്ലോ ഈ സംഭവങ്ങൾ ഇങ്ങനെ നീണ്ടു പോണത്. ഇതിപ്പോ എവിടെയായാലും ഒരു മനുഷ്യനെ ഇടിച്ചിട്ടിട്ട് വാഹനം നിർത്താതൊക്കെയാണ് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശക്തമായ കേസുകൾ ഇവർക്ക് വേണ്ടി ശക്തമായ കേസുകൾ എടുക്കണമെന്നാണ് പറയണത്. എനിക്ക് എന്റെ കേസ് ശക്തമായി എടുത്തിട്ട് ഈ പ്രതിനെ അറസ്റ്റ് ചെയ്യണം. എനിക്ക് ഈ പ്രതിനെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ശരി, മാരിയപ്പൻ, എന്തായാലും നിഷയുടെ ആരോഗ്യനിലയിൽ ഇപ്പോൾ പുരോഗതി ഉണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കേണ്ടതാണ്. കാരണം ഇതൊക്കെ ഗുരുതരമായിട്ടുള്ള ഒരു പിഴവ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എബി ജോൺ തോമസ് ചേരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എബി, നമുക്കറിയാം, അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഈ കാറിൽ നിന്ന് ഈ ഡ്രൈവർ ഇറങ്ങി ചോദിക്കുന്നു എന്തെങ്കിലും ഗുരുതരമായി പറ്റിയിട്ടുണ്ടോ, ആശുപത്രിയിൽ പോകണോ എന്നൊക്കെ ചോദിച്ച് പോകണമെന്ന് പറഞ്ഞിട്ട് പോലും ഇയാൾ വണ്ടിയിൽ കയറി പോകുന്നു. അതൊരു ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. രണ്ടാമത്തെ കാര്യം, പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അതായത് ഈ പ്രതിയെ വിളിച്ചു വരുത്തി ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ നിഷയോ അല്ലെങ്കിൽ മാരിയപ്പനോ ഈ വിവരം അറിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഒരു നിയമസാധുതകൾ ഇനി ഉണ്ടാവുക? പ്രത്യേകിച്ചും ഈ മാരിയപ്പൻ പറയുന്നുണ്ട്, ഞങ്ങൾ പാവങ്ങളാണ്, അതുകൊണ്ട് ഏത് രീതിയിൽ ഇനി മുന്നോട്ട് പോകണമെന്ന ഒരു കാര്യം അവർക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പ്രതിക്ക് തക്കതായ ശിക്ഷ ലഭിക്കുകയും വേണം. എങ്ങനെയാണ് എബി? ഈ സംഭവത്തിൽ രണ്ട് തരത്തിലുള്ള വീഴ്ചകളാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, വാഹനം ഇടിച്ച ആളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ആ ഒരു മനോഭാവം, ഒരു സ്വാഭാവികമായ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് അത് പ്രാഥമികമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് എന്തായാലും അയാൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ ഇവർക്ക് ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷവും വാഹനം എടുത്തുകൊണ്ട് കടന്നു കളയുന്ന ഒരു നിലയാണ് ഉണ്ടായത്. തുടർന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിരിക്കുന്നത്. ഒരു മൊഴി അല്ലെങ്കിൽ ഇത്തരത്തിൽ വാഹനം അപകടം ഉണ്ടായിട്ടുണ്ട് എന്ന് ആ അപകടം പറ്റിയ ആളെയും കൊണ്ട് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലും അവരെ കാണാൻ കൂട്ടാക്കിയില്ല പോലീസ് എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ആ നിലയ്ക്ക് അവിടെ മുതൽ തന്നെ പോലീസിന്റെ വീഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഉദാസീന മനോഭാവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രധാനമായും ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം. ഒപ്പം അതിനുശേഷം ആശുപത്രിയിൽ വന്നിട്ട് മൊഴിയെടുക്കേണ്ട ഒരു രീതിയുണ്ട്, അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നിവർ പറയുന്നു. ഈ ദിവസം വരെയും അത്തരത്തിൽ ഈ പരാതിക്കാരുടെ മൊഴിയെടുക്കാനായി പോലീസ്
തയ്യാറായില്ല എന്നുള്ളതാണ്. ഈ അപകടം പറ്റിയ ആൾക്ക് സംസാരിക്കാൻ ശേഷി നിലവിലുള്ള സാഹചര്യമാണ്. അവർക്ക് സംസാരിക്കുന്നതിനെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പറയേണ്ടതും മൊഴിയെടുക്കേണ്ടതും അവരുടേതായിരുന്നു. ആ നടപടികളൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും കുടുംബം ഉന്നയിക്കുന്ന ആരോപണം. ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതെന്തായാലും അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വരികയും തുടർന്ന് അതിൽ കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇപ്പോൾ നീതി നിഷേധിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് തങ്ങളുള്ളത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഭദ്ര. തീർച്ചയായും എബി, എന്തായാലും മാരിയപ്പൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അധികാരികൾ തന്നെ കണ്ണു തുറന്ന് കാണണം. ഇത്തരത്തിലുള്ള അനാസ്ഥകളും ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പിഴവുകളും ഒക്കെ അധികാരികൾ തന്നെ കണ്ണു തുറന്ന് കാണേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു വിഷയത്തെ കൊണ്ടുവരികയാണ്. എന്തായാലും അപകടശേഷം വാഹനം നിർത്തി ഹോസ്പിറ്റലിലേക്ക് പോകണമോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം ഈ പ്രതി വാഹനത്തിൽ കയറി പോകുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടും CCTV ദൃശ്യങ്ങളുടെ തെളിവടക്കം സഹിതം കൊടുത്തിട്ട് പോലും വേണ്ട വിധത്തിൽ ഈ കേസ് കൈകാര്യം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഈ പിഴവും അതും അധികാരികൾ നോക്കിക്കാണേണ്ടതാണ് എന്നും ഈ ഒരു ഘട്ടത്തിൽ പറയുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എബി ജോൺ തോമസ്.